നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഇളവുകൾ നൽകുകയാണ് വിവിധ രാജ്യങ്ങൾ. കോവിഡ് മാർഗനിർദ്ദേശങ്ങളും മാനദണ്ഡങ്ങളും പാലിച്ചാണ് ഇളവുകൾ. കോവിഡിനെതിരായ വാക്സിൻ പരീക്ഷണങ്ങൾ തുടരുമ്പോൾ തന്നെ ഇളവുകളും നൽകുകയാണ് രാജ്യങ്ങൾ. എന്നിരുന്നാൽ തന്നെയും കോവിഡ് ചട്ടങ്ങൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കൂടി പ്രവാസികൾ അറിയണം. ഇത്തരത്തിൽ നിയമം ലംഘിച്ച 42 പേരുടെ ചിത്രങ്ങൾ സഹിതമുള്ള വിവരങ്ങൾ പരസ്യപ്പെടുത്തിയിരിക്കുകയാണ് ഒമാൻ. സുപ്രീം കമ്മിറ്റി തീരുമാനങ്ങൾ ലംഘിച്ചുവെന്നാണ് ഇവർക്കെതിരായ കുറ്റം. തെക്കൻ ബാത്തിന, മുസണ്ടം, തെക്കൻ ഷർഖിയ, ദോഫാർ എന്നിവിടങ്ങളിലുള്ളവരാണ് പിടിയിലായത്. നിയമലംഘകർക്ക് ചുരുങ്ങിയത് 3 മാസം തടവും 1000 റിയാൽ പിഴയുമാണ് ശിക്ഷ. ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയാൽ നാട് കടത്തും. ലോക്ക്ഡൌൺ കാലത്തെ നിയമലംഘനങ്ങളും മാസ്ക് ധരിക്കാതിരിക്കുക, കൂടിക്കാഴ്ചകൾ നടത്തുക തുടങ്ങിയ നിരവധി കുറ്റങ്ങളാണ് ഇവർക്കെതിരെയുള്ളത്. അതേസമയം പ്രവാസികൾക്ക് നേട്ടമാകുന്ന തരത്തിൽ കൂടുതൽ ഇളവുകൾ നൽകുകയാണ് ഒമാൻ. മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് ഗുണകരമാകുന്ന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇളവുകൾ നിലവിൽ വരുന്നതോടെ പ്രവാസികൾക്ക് മടങ്ങാനുള്ള സാഹചര്യം സംജാതമാകും. എന്നാൽ ഒമാനിൽ നിന്ന് കേരളത്തിലേക്കുള്ള എയർ ബബിൾ ധാരണ പ്രകാരമുള്ള സർവീസുകളിൽ ഉയർന്ന ടിക്കറ്റ് ചാർജാണ് ഈടാക്കുന്നത്. ഒക്ടോബർ ആദ്യം മുതലാണ് ഇന്ത്യ ഒമാൻ വിമാന സർവീസുകൾ ആരംഭിച്ചത്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ടിക്കറ്റ് നിരക്കിലുണ്ടായ മാറ്റങ്ങളാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.